ട്രാവൽ ഗുനിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ വൈറലായിട്ടുള്ള ആമസോണിലാണ്. മലപ്പുറത്തിൻ്റെ ആമസോൺ വ്യൂ പോയിൻ്റ് കാണാൻ ഇറങ്ങിയാണ്. പക്ഷേ വ്യൂ പോയിന്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് നോക്കിയേ, ഈ റബ്ബർ തോട്ടത്തിൽ കോട മൂടിയിരിക്കുകയാണ്. ഫ്രഷായിട്ടുള്ള കോട വന്നിരിക്കുകയാണ്. ഇതൊരു മൺസൂൺ വ്യൂ ആണ്. മഴക്കാലത്ത് ഈ ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള ആ വഴിയൊക്കെ കിഡിലാണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്, വേഗം വന്നോളി. ഈ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് വരാൻ പറ്റിയ സമയമാണ്. നല്ല വഴിയാണ്. സ്കൂട്ടി എടുത്തിട്ട് വരിക, വേറെ ഒരു വണ്ടി വരില്ല. സ്കൂട്ടി അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവുള്ള ജീപ്പിലൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. നല്ല ഹൈറ്റിലാണ്. ഹൈറ്റിലേക്ക് എത്തുമ്പോഴാണ് ഈ കോട കാണുന്നത്. ഇതാണ് നമുക്ക് പോകാനുള്ള വഴി. ആദ്യത്തെ വഴിയൊക്കെ മാറിയിട്ട് രണ്ടാമത്തെ ഒരു ഷിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. റബ്ബർ തോട്ടത്തിനുള്ള കൂടെയുള്ള ഒറ്റയടിപ്പാതയാണ്. കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റാണ്. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ, സംശയമില്ല. ആകെ ചളി പുളിയായി കിടക്കുകയാണ്. മഴ ഇങ്ങനെ ഒരു ഭാഗത്ത് പെയ്യുന്നുണ്ട്. ആ ചന്ദനം ചന്ദനൊന്നല്ല, ആണോ അറിയില്ല. ഒരു സൈഡിൽ റബ്ബർ തോട്ടമാണ്, ഇപ്പുറത്ത് കാടാണ്. മഴ പെയ്തിട്ട് വഴി നല്ല മോശമായിട്ടുണ്ട്. നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫോട്ടോയിലോ റീലിലൊന്നും കാണുന്ന പോലെയല്ല, അതിനേക്കാളും വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ആമസോൺ വ്യൂ പോയിന്റ്. സാധാരണ നമ്മൾ റീലിൽ നല്ലതാവും, ചെന്നെത്തുമ്പം അത്ര ഇല്ല എന്നുള്ള ഫീലാണ്. പക്ഷെ ഇത് നേരെ ഉൾട്ടാണ്. റീലിൽ കണ്ടതിനൊക്കെ 10 ഇരട്ടി രസമുള്ളൊരു വൈബുകൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുത്തനുള്ള സ്ഥലം കേട്ടോ. കാടായി ജണ്ട കാണുന്നുണ്ട്. ഓ, നമ്മൾ നന്നായി നടന്നു, ടയേർഡായിട്ടുണ്ട്. ഒരു ചെറിയ തട്ടുകടയൊക്കെ ഉണ്ട് ഇവിടെ, ഭക്ഷണം കിട്ടും. അത്രയധികം 4 വീലായിട്ട് വരുമ്പോൾ അല്ലേ അവിടെ താഴെ നിർത്താൻ പറ്റുള്ളൂ അല്ലേ. അധികം ആൾക്കാർ വരുന്നതുകൊണ്ട് ഫെസിലിറ്റീസ് ഉണ്ട്. കോൺക്രീറ്റ് ചെയ്ത റോഡാണ് വഴി മുഴുവൻ ഉള്ളത്. പിന്നെ ഇതാണ് നമുക്ക് നടക്കാനുള്ളത്. നോക്കി കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ് എന്ന് പറഞ്ഞാൽ അത് കാടാണ്. കാട്ടിലാണ് ഈ കറുത്ത മണ്ണ് ഉണ്ടാവുക. അങ്ങനത്തെ നമ്മൾ ഈജിപ്തിലെ പിരമിഡിന്റെ ഒരു മോഡൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ത്രികോണത്തിലുള്ള ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. ഇതാണ് ജണ്ട എന്ന് പറയാ. ഇത് കാടിന്റെ തുടക്കമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വലതുവശത്തേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോട് കൂടിയേ പറ്റുള്ളൂ. നമുക്കിത് ഇങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് കാടാണ്, ആ ഭാഗം കാടാണെന്നുള്ളതിൻ്റെ ലാൻഡ്മാർക്കാണ് ഈ ജണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം അങ്ങോട്ട് പോകരുത്. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടു. ഇത് നല്ല ഒരു കാറ്റടിക്കുന്ന സ്ഥലമാണ്. നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്. അവിടെ നിന്ന് കോട ഇങ്ങനെ കയറി വരുന്ന അറിയാൻ പറ്റും. ഈ കോട ഇതിന് അപ്പുറത്തേക്ക് പോവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും കോട കയറി വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടാണ് കയറേണ്ടത്. ഫുള്ള് പുകയല്ല കേട്ടോ, അത് കോടമഞ്ഞാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഈ വെള്ളം മുഴുവൻ നീരാവിയായിട്ട് ഇവിടെ ഇങ്ങനെ തങ്ങി കിടക്കുകയാണ്. അടിപൊളി ഫീല്. കോട ഇത്രയും നമ്മളെ മലപ്പുറത്ത് ഉണ്ട് ഇത് പറഞ്ഞില്ല. അതൊക്കെ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ കിട്ടുന്ന കോട ഇതെല്ലാം കൂടി നമ്മളെ നാട്ടിൽ കൂടിയുണ്ട്. നമ്മളെ കേരളം അത് ഈ സഹ്യപർവ്വതത്തിൻ്റെ ഇതേപോലുള്ള ചെറിയ ചെറിയ മലകളുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് നമ്മളത് അതിന് ഭംഗി കൃത്യമായിട്ട് ആസ്വദിക്കുക കേട്ടോ. നമ്മൾ ഏകദേശം മേഘങ്ങളുടെ അതേ ലെവലിൽ എത്തിയിട്ടുണ്ട്. മേഘങ്ങൾ അവിടെ താഴെ മഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞ് കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള ട്രക്കിംഗ് അനുഭവം കേട്ടോ. കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിലേ അവർക്ക് കാട് എന്താണെന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു നല്ലൊരു അവസരമാണ്. ഭയങ്കര ആവേശം കേട്ടോ. അതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ആദ്യം ടയേർഡായി. പക്ഷെ മുന്നോട്ട് പോകുന്നതോറും ഒരു ത്രില്ലില്ലേ. എന്താ അടിച്ചിട്ട് നടക്കുന്നുണ്ട് ഞാൻ. കാട്ടിൽ വലിയ ജീവികളൊന്നും ഉണ്ടാവില്ല. എവിടെയും ജണ്ട ഉണ്ട്. കറക്റ്റ് കാടിൻ്റെ ഒരു ഓരം പിടിച്ച് പോയിക്കൊണ്ടിരിക്കും. നല്ല വഴുക്കലുണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് കാട്ടിലെ ഇലകളൊക്കെ ചീഞ്ഞ് അളിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ ചവിട്ടുന്ന സ്ഥലങ്ങളൊക്കെ വഴുക്കി പോവാണ്. നല്ല കുത്തനെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 ഡിഗ്രി ചെരുവിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരം ആയതല്ല സംഭവം, കാടിന്റെ വന്യത കൊണ്ട് ഇരുട്ടാണല്ലേ. 12 മണി കേട്ടോ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ ആലോചിച്ച് ചിന്തിക്കാനും കൂടി പറ്റൂല. സൂര്യനും ഇങ്ങോട്ട് താഴേക്ക് എത്താൻ പറ്റണില്ല. ഇവർ സമ്മതിക്കണില്ല എല്ലാവരും കൂടി. അയ്യോ, ഏകദേശം എത്താനായിട്ടോ. നല്ല ആരോഗ്യമുള്ളവരും ഇങ്ങോട്ട് വന്നാൽ മതി. ഒരു സംശയം വേണ്ട. ഒരു മല മുഴുവൻ നമ്മൾ നടന്ന് കയറാണ്. പകുതി വഴി വരെ വണ്ടി വന്നു, പക്ഷേ ബാക്കി നമ്മൾ കാൽനടയായിട്ട് തന്നെ വരണം. കുത്തനുള്ള കയറ്റതാ ഇനിയുണ്ട്. ഒരു പാറ കാണുന്നുണ്ട് അതിൻ്റെ മുകളിലായിരിക്കും വ്യൂ പോയിന്റ്. ഇതിനെ കാല് സാധിക്കണം. ആദ്യമൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത വഴി കേട്ടോ. കയറട്ടെ. എങ്ങനെയാടാ കയറുക? പാറക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കാണ് നടന്ന് കയറി വന്നത്.
ഇവിടെ ഇത്തിരി വെളിച്ചം വന്നിട്ടുണ്ട്. ഇതൊരു ഓപ്പണിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ആകെ കോടയാണ് അവിടെ. ഒന്നും കാണാനില്ല, മൊത്തം കോട. ഒന്നും കാണാനില്ല. എന്നെ കാണുന്നുണ്ടോ? ഇവിടെ ആളുണ്ട്, തൊട്ടടുത്ത ആളുണ്ട്. അത് കാണില്ല, നമ്മൾ എത്തിയിട്ടില്ല. ഇനിയുണ്ട് മേലേക്ക് വഴിയുണ്ട്. ഏറ്റവും മുകളിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്, താഴേക്ക് ഡെപ്ത് ഒരുപാടുണ്ട്, നല്ല ആഴത്തിലാണ് കാഴ്ചകൾ കാണാനുള്ളത്. ഇതാണ് മലപ്പുറത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ആമസോൺ വ്യൂ പോയിന്റ്. ആമസോൺ ഒഴുകുന്നത് പോലെ അല്ലേ? നൈൽ നദി ഒഴുകുന്ന പോലെ നമ്മളുടെ ചാലിയാർ ഒഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആമസോണിലൊക്കെ ഉള്ള ഒരു വ്യൂ ആണിത്. ആമസോണിൽ നൈൽ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞ് ഒഴുകുന്നുണ്ട്. സഹ്യപർവ്വതത്തിൽ നിന്നല്ലേ, ആ ഭാഗമാണ് സഹ്യപർവ്വതം വരുന്നത്. അവിടെ നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂരിൽ നിന്ന് ഒഴുകി അങ്ങനെ ചാലിയത്ത് പോയി പതിക്കുന്ന ചാലിയാറിൻ്റെ ഒരു യൂ ടേൺ ആണിത്. അല്ലെങ്കിൽ എന്താ പറയുക, കാടിൻ്റെ ഉള്ളിൽ പെട്ട ഒരു പുഴ ഇങ്ങനെയാണ് ഒഴുകുക. ഡെൽറ്റയാണല്ലേ അത്, ഡെൽറ്റ ഉണ്ടാക്കിയിട്ടാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഒഴുകി പോയാൽ പറ്റൂല. അത് ആ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് ആ നിലമ്പൂരിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാണ് പുഴ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പോണത് അല്ലേ? മുകളിലൂടെ ഇത് പോണോക്ക് കാർമേഘല്ല, കോടയാണ്. കോട 2 ലെയറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കോടേൻ്റെ അതേ ഹൈറ്റിലാണ് ഉള്ളത്. മിക്കവാറും സമയങ്ങളിൽ കോട മൂടി കിടക്കുകയായിരിക്കും ഒരു ജൂൺ മുതൽ ഡിസംബർ വരെ ഈ പ്രദേശം. പക്ഷേ ഉച്ച നേരത്ത് നമുക്ക് ഇതേമാതിരി തെളിഞ്ഞൊരു അന്തരീക്ഷം കാണാം. അപ്പോഴാണ് ഈ ആമസോൺ വ്യൂ പോയിൻ്റ് കറക്റ്റ് നമുക്ക് എന്താ പറയുക, ഒരു ക്യാമറയിലൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഈ നേരത്തെ തന്നെ വരണം. രാവിലെയും വൈകുന്നേരം നല്ല കോടയായിരിക്കും. അപ്പോൾ ആരാണ് ഏത് സമയത്ത് കോട കാണണമെന്നുണ്ടെങ്കിലും രാവിലെ വരണം. ഈ വ്യൂ പോയിൻ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വരണം. നല്ല കഷ്ടപ്പാടായിട്ടുണ്ട് കയറി വരാൻ. നല്ല ബുദ്ധിമുട്ടിയിട്ട് തന്നെ അങ്ങോട്ട് കയറി വന്നത്. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. താഴെ നോക്കണം. അപ്പം അതൊന്നുമില്ല, പക്ഷെ അത്ര തോന്നും നമുക്ക്. അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള കുത്തനുള്ള കയറ്റങ്ങളാണ്. മഴക്കാലം ആയതുകൊണ്ട് വഴുക്കലും ഉണ്ട്, നല്ല ടഫാണ്. പക്ഷെ കോട ഉള്ളത് കുറച്ചും കൂടിയൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയില്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. വ്യൂ പോയിന്റ് നോക്കിയിട്ട് എത്ര നേരം വേണമെങ്കിലും കൂടെ ഒരു ടെന്റ് അടിച്ച് കൂടാൻ തോന്നുന്നു. അല്ലേ? ഇവിടെ നല്ല ഡെപ്ത് ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വീണാലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. സൂയിസൈഡ് പോയിന്റ് കൂടിയാണിത്. പക്ഷെ ഇവിടെ നാട്ടുകാർ ആരൊക്കെ വന്നിട്ട്, നാട്ടുകാർ നമ്മളൊക്കെ തന്നെ വന്ന് അത്യാവശ്യം വൃത്തികേടാക്കിയിട്ടുണ്ട്. ആ ബ്യൂട്ടി അങ്ങോട്ട് കളഞ്ഞു. ആ ഭാഗത്ത് കുറേ കുപ്പി വലിച്ചിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കാൻ പോലും പറ്റൂലേ. അതാണ് ആ ഒരു ഭാഗത്തൊക്കെ പോയിട്ട് ആരാ ഇനി അത് എടുക്കുക. അങ്ങനെയാണ് ഇവിടെ വന്ന് ആൾക്കാർ സ്ഥലം നശിപ്പിക്കും. ഈ ആമസോൺ വ്യൂ പോയിന്റിന്റെ ഈ 360 ഡിഗ്രി കിട്ടണമെങ്കിൽ ഒരു വലിയ പാറയമ കാരണം. അപ്പോൾ ഞാൻ ആദ്യം കയറി ജസ്റ്റ് കയറുകയാണ്. വലിയ പണിയൊന്നുമില്ല, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എങ്ങനെ കയറി? അതാണ് ഇനി അവിടെ നിന്ന് ചെറിയൊരു ഇത് ചെറിയ ചാട്ടുണ്ട്. കയറിക്കോ. ബാക്കോട്ട് വീണ അല്ല, നട്ടല് പോകും. വേറെ കുഴപ്പമില്ല. അയ്യോ, ഇങ്ങോട്ട് നോക്കിയത് ഈ സൈഡ് നമുക്ക് വിസിബിൾ ആയിപ്പോൾ 2 സൈഡും കിട്ടും ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ. ഇതാണ് ഇവിടെ നിന്നുള്ള 360 ഡിഗ്രി കാഴ്ചകളാണ് കുട്ടികളെ. ചുറ്റുപാടല്ലേ. ജയദേവ് ചെറുതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കയറി വന്ന പാറേന്റെ മുകളിൽ ഒരു ഇല്ലുമിനാറ്റിന്റെ സിമ്പല്, കണ്ണ് ത്രികോണം, ആരോമാർക്ക് കണ്ടാ. ഇല്ലുമിനാറ്റി അല്ലടാ, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണ്. അടയാളം ഇത് ആദിവാസികളായിരിക്കും. എന്താ ഇങ്ങനത്തെ കൃത്യമായിട്ട് ഇതിനെ ഒരു വിശദീകരണം തരാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അല്ലേ? അത് ആദിവാസികൾ ഇല്ലുമിനാറ്റി വരച്ചു. ആദിവാസികൾ ഇല്ലുമിനാറ്റി വരച്ച പണ്ടേ ഇല്ലുമിനാറ്റി ഉണ്ട് ഇവിടെ. ശരി. ഏതായാലും ഇവിടുന്ന് നല്ല കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ. ഈ പാറേന്റെ മുകളിൽ കയറിപ്പെട്ട കാറ്റ് താഴെ അവിടെ തീരെ കാറ്റുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഇതുവരെ ഇരുന്നിരുന്നത്. കൊറേ ആയി, ഇപ്പൊ 1 മണിക്കൂറിന് മേലെ ഇവിടെ വന്നിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്തിനും തയ്യാറായിട്ട് വരിക. കാടാണ്, നല്ല കുത്തനുള്ള കയറ്റാണ്, പെട്ടെന്ന് മഴ പെയ്യാം, കോട ഇറങ്ങാം, നല്ല ചൂട് വെയിലെല്ലാം കിട്ടുന്നുണ്ട്.
എന്താ രസം എന്ന് പറയാം. പ്രകൃതി നമ്മളെ ശരിക്കും ഒരു മജീഷ്യനെ പോലെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാറി മറിയാണ് ഇവിടുത്തെ കാലാവസ്ഥ. എന്തായാലും ഒരു വെറൈറ്റി സ്ഥലം. കേരളത്തിൽ അല്ലെ മലപ്പുറം ജില്ലയിൽ ഇതുപോലൊരു സ്ഥലം നിലമ്പൂരിനടുത്താണ്. ഇതൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ വന്നത്. എത്തിപ്പെടാൻ നല്ല കഷ്ടപ്പാടാണെങ്കിലും എല്ലാവരും വരണം. ഇതേപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ഗുനിയയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. സ്ഥലം പൊളിയല്ലേ? ആമസോൺ വ്യൂ പോയിന്റ് പോവല്ലേ?